കോളേജ് പോകണതോ നമ്മളൊരു സ്കിൽ അക്വയർ ആണോ വേണ്ടത്? എൻ്റെ ചോദ്യം, അപ്പോൾ നിങ്ങൾക്കൊരു ആപ്പ് ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് 6 മാസം കൊണ്ട് പഠിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈൻ 6 മാസം കൊണ്ട് പഠിക്കാം. നിങ്ങൾ എങ്ങനെയാണ് റെസിലിയൻസ് പഠിക്കാൻ പോകുന്നത്? നിങ്ങൾ എങ്ങനെയാണ് അഡാപ്റ്റബിൾ ആവാൻ പോകുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഫ്ലെക്സിബിൾ ആവാൻ പോകുന്നത്? നിങ്ങൾ എങ്ങനെയാണ് അനലിറ്റിക്കൽ തിങ്കിങ് പഠിക്കാൻ പോകുന്നത്? അത് നമ്മുടെ എൻവയോൺമെൻറ്റ് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു ഗുണമല്ലേ. കോളേജിൽ പോകുമ്പോൾ അവിടെ കുറേ പരിപാടികളുണ്ടാവും, അവിടെ ഈ പറഞ്ഞ പോലെ അവിടുത്തെ യൂണിയൻ ഉണ്ടാവും, അവിടെ കുറേ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടാവും, നമ്മുടെ ആശയവുമായിട്ട് യോജിച്ച ആളുകളായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വർക്ക് ചെയ്യാം. ഇങ്ങനെ തന്നെയാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട സ്കിൽസൊക്കെ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആർജിച്ചെടുക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ്. ഈ ഫാക്റ്റ് പല ആൾക്കാരും മനസ്സിലാക്കാത്തത് കൊണ്ട് ഇപ്പോൾ എംപ്ലോയബിലിറ്റിയും കോളേജും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട് നമ്മൾ സാധാരണ പറയും. ഈ എംപ്ലോയബിലിറ്റി ഗ്യാപ്പ് നമ്മൾ ആളുകളെ മേ ബി ആപ്പ് ഡെവലപ്മെൻറ്റിൽ അപ്സ്കിൽ ചെയ്താൽ മാത്രം തീരുമോ? ഇല്ലല്ലോ. ഒരു നല്ലൊരു എന്താ പറയുക, ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ അറിയാം, പക്ഷെ അവന് ടീമിൽ വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവനാരെ എംപ്ലോയ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഇതൊരു ഹാർഡ് പ്രോസസ്സാണ് മൊത്തം സംഭവം. അതിന് നമ്മളൊരു ജോലി എടുക്കണം എന്നുണ്ടെങ്കിലും ഒരു ഫൗണ്ടർ ആവണം എന്നുണ്ടെങ്കിലും ദിസ് എ ഹാർഡ് പ്രോസസ്സ്. ദർ ഇസ് നത്തിങ് ലൈക്ക് എന്താ ഒരു മാജിക് ഒന്നുമില്ല. നമ്മൾ പെട്ടെന്നൊരു നൊടിയുടെ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാളാവണം. നാളെ നിങ്ങളുടെ വാപ്പാനോട് പറഞ്ഞിട്ട് എനിക്കൊരു 2 കോടി രൂപയാണെങ്കിൽ കുറച്ച് ആൾക്കാർ വേണം, ഈ സാധനം തുടങ്ങണം എന്ന് പറഞ്ഞാൽ തുടങ്ങാൻ പറ്റുന്ന ആൾക്കാരാവണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഇതൊരു ഹാർഡ് പ്രോസസ്സ് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം.